പി നേതാവ് കെ.എസ്. ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. RMP നേതാവ് കെ.എസ്. ഹരിഹരനെ തള്ളി കെ രമ. രാഷ്ട്രീയക്കാർ ജാഗ്രത കാണിക്കണം, പരാമർശം തെറ്റാണെന്ന് കണ്ട് ഖേദം പ്രകടിപ്പിക്കാൻ ഹരിഹരൻ തയ്യാറായി. മറ്റു പല നേതാക്കളും കാണിക്കാത്ത മാന്യത ഹരിഹരൻ കാണിച്ചു. ഹരിഹരനെതിരെ നടപടി വേണോ എന്ന് പാർട്ടി ആലോചിക്കുമെന്ന് കെ രമ പറഞ്ഞു. ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. ചെയ്ത വ്യക്തികൾ അത് തിരുത്തുകയും അത് സമൂഹത്തിനൊരു മാതൃകയാകുകയാണ്. അതിന് പകരം അതേപോലെ തിരിച്ചടിക്കുക എന്നുള്ള രീതിയല്ല നമുക്ക് ആവശ്യം. ഇത്തരം ചെയ്ത ആളുകൾ അത് പൊതുസമൂഹത്തിന് തുറന്നു പറഞ്ഞ് അത് ഖേദം പ്രകടിപ്പിച്ചാൽ അവിടെ തീരുന്നു. അങ്ങനെയാവണം എല്ലാവരും. ഇനി പറയുമ്പോൾ ജാഗ്രത പുലർത്തുകയും ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഏറ്റവും ജാഗ്രതയോടുകൂടി മാത്രമേ ഈ വിഷയങ്ങളെ സമീപിക്കാവൂ എന്നത് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. എനിക്ക് തോന്നുന്നു സംഘടനാ നടപടി ഏറ്റവും വലിയ നടപടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, അതിനെ തള്ളിപ്പറയാൻ RMP തയ്യാറായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. RMP നേതാവ് കെ.എസ്. ഹരിഹരന്റെ വിവാദ പരാമർശം ദൌർഭാഗ്യകരമെന്ന കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഏതെങ്കിലും സഹോദരിയുടെ മനസ്സ് വേദനിച്ചെങ്കിൽ സംഘാടകർ എന്ന നിലയിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടു. അപ്പോൾ തന്നെ ഹരിഹരൻ ഖേദപ്രകടനം നടത്തിയെന്നും പ്രവീൺകുമാർ പറഞ്ഞു. ദൗർഭാഗ്യകരമാണ്. ആ പരാമർശമുണ്ടായ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയും സംഘാടകരായ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ RMP നേതാവ് NVയോടുമായി സംസാരിച്ച് അത് പിൻവലിക്കണം, തെറ്റായിപ്പോയി എന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ തന്നെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ഒരിക്കലും പാടില്ലാത്ത പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. കാരണം ഒരു തെറ്റ് സ്ലിപ്പ് ഓഫ് ടങ് വന്നു എന്നറിഞ്ഞപ്പോൾ അത് ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കാൻ കാണിച്ച മാനസിക രീതി അത് തീർത്തും സ്വാഗതമാണ്. ഞാൻ ഈ പരിപാടിയുടെ സംഘാടന നിലയ്ക്ക് ആ പരാമർശം ഏതെങ്കിലും സഹോദരിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കും. കെ.എസ്. ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം അനുചിതമെന്ന വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. പരാമർശത്തെ ന്യായീകരിക്കില്ല. പ്രസംഗത്തിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് കെ.എസ്. ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ വാചകങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. ഈ വാചകങ്ങളെ വേറെന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഇത് പാടില്ലാത്ത കാര്യമായിരുന്നു. അത്തരമൊരു വാക്ക് ഞാൻ അതാണ് ആവർത്തിച്ച് പറയുന്നത്. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്.